കയറാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അവസ്ഥ കേട്ടോ. ആകെ ചളിയായി. ഇവിടെ കാണുന്ന പുല്ലിന് കൈ വെറുത. കുന്നിന്റെ മേലെ കയറിയപ്പോഴാണ് മഴ ചെയ്തത്. ഇതിന്റെ മേലെ കൂടി പിന്നെ കയറി അപ്പുറത്തേക്ക് എത്താന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അതിനെ നടക്കൂല. എന്താ വെച്ചാൽ അത്രയും വലിയൊരു ഹൈറ്റിൽ ഏരിയാണ്. വീണ് കഴിഞ്ഞാൽ പണിട്ടും. ഈ റോഡ് അങ്ങോട്ടാ പോണെന്ന് നോക്കാം. മലമക്കാണെങ്കിൽ സുഖമാണല്ലോ, റിസ്ക് എടുക്കാത്ത നമുക്ക് അവിടെ എത്താൻ പറ്റുമല്ലോ. JCBക്ക് മാതിയിട്ട് ബാക്കി വെച്ച് പോയൊരു മരം കേട്ടോ. ഇത് മാത്രം നിർത്തിയിട്ട് എന്തോ സംഭവം അറിയില്ല, ബാക്കിയുള്ള ഭാഗമൊക്കെ മാതിക്കണം. ഒരിക്കലും കുന്നുമ്മക്ക് കയറാൻ പറ്റിച്ച് തോന്നുന്നില്ല. വലിയൊരു കോട്ടന്റെ മാതിരി ഫുള്ളായിട്ട് ഒരു വെട്ടല് വെട്ടിയെടുത്തേക്കാണ്. പിന്നെ എങ്ങനെ ഇതിന്റെ മുകളിൽ കയറുക? മുന്നിൽ എത്തും തോറും കാണുന്ന അവസ്ഥ ഇതാണ്. ആ വെട്ടലൊക്കെ വെട്ടി അതിന്റെ മെഷീൻ ആ ഒരു സൈഡ് കാണുന്നുണ്ട്. എത്ര റിസ്ക് എടുത്താലും വേണ്ടില്ല, അതിന്റെ മുകൾക്ക് കയറണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. നല്ല മഴ ഉണ്ട് കേട്ടോ, പക്ഷെ ആരുമില്ല. അങ്ങനെ ലാസ്റ്റ് ആ പറയപ്പെട്ട സ്ഥലത്തേക്ക് എത്തിട്ടോ. ഇവിടെ വരുമ്പോ കാണുന്ന കാഴ്ചതാണ് അടിപൊളി, ഒരു രക്ഷയില്ല. ഇവിടെ വരുമ്പോ നല്ല ഭംഗിയിലൊരു കാഴ്ച കാണുന്നത്. ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഒരു ടവർ വരുന്നുണ്ട്. ഒരുപാട് റിസ്ക് എടുത്തിട്ട് എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. അവിടെ കാണുന്ന സൈഡിൽ നമ്മൾ പോകുന്നത് നല്ല മഴ പെയ്യണുണ്ട്. അതുകൊണ്ട് ക്യാമറമൊക്കെ വെള്ളം ചാറുന്നുണ്ട്. ഇവിടെ വരുമ്പോ കാണുന്ന കാഴ്ച കേട്ടോ, 4 ഭാഗത്തും ഒഴിഞ്ഞി ഇറക്കുന്ന സ്ഥലമാണ് വരുന്നത്. ഇവിടെ കുട്ടികൾ നല്ല ആക്റ്റീവ് ആട്ടോ. ഇതിന്റെ ഏറ്റവും മുകളിൽ നിന്നിട്ട് കളിച്ചത്. കുറച്ച് റിസ്ക് എടുത്താലും അടിപൊളിയായി കയറും. 3, 4, 5, 6 അത്രയും സ്പേസ് ഉണ്ട് ഇവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കാല്ലേ. അവിടെ കാണുന്ന ടവറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇവർ ചെയ്യണമെന്നാവോ. എത്ര റിസ്ക് ആണ് ഇതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് കയറി വരാൻ. പുടുത്തം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും മുകൾക്ക് വരുമ്പോഴേ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സൈഡൊക്കെ ആയിട്ട് വലിയൊരു കൊക്ക കേട്ടോ. അവിടെ കൂടി ഒന്ന് കാണിച്ചു തരാം. ആ കാണുന്ന പാറിന്റെ മുകളിൽ കയറുകയാണെങ്കിൽ ഏകദേശം വ്യൂ ഒക്കെ കാണാം. ഇതിന്റെ മുകൾക്ക് കയറുമ്പോൾ അവസ്ഥ കാണിച്ചു കേട്ടോ. ലാസ്റ്റ് അങ്ങനെ എത്തിയതേ. ഇവിടെ കാണുന്ന ഈ കുന്നിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് കാണുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന സൈഡിലും ഈ കാണുന്ന സൈഡിലും ഫുള്ള് കാടാ വരുന്നത്. എന്തായാലും നമ്മൾ തിരിച്ചു നടക്കാം. നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കട്ടെ. ആ ടൈമിലപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. ഈ ഒരു കുന്നിന്റെ പേര് വരുന്നത് കാർഗിൽ കുന്നാട്ടോ. ഇവിടെ വരുന്ന ആളുകൾ പേരിട്ടെന്നാ പറയുന്നത്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡുക്കും കുറേ അധികം കാഴ്ചകൾ കാണാണ്ട്. എന്തായാലും തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുപോലത്തെ നല്ല ഭംഗിയുടെ സ്ഥലത്തേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വരരുത്, വേറെ ആരെങ്കിലും കൂട്ടി വരിക. അപ്പം ഞാൻ വന്നപ്പോൾ അതിന് നല്ല പേടിയുണ്ട്. ഒന്നാമത് ചെരുപ്പിട്ടിട്ടില്ല, വേറെ ഒന്ന് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പോരാത്തത് ഒരു മലൻ്റെ മണ്ടക്കാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ചുറ്റുഭാഗത്തും കാടാണ്, വലിയ ജന്തുക്കളോ ഒന്നും അറിയില്ലല്ലോ, അങ്ങനത്തെ ഒരു ഏരിയയാണ്. ആ സൈഡൊക്കെ ഫുള്ള് കാടാ ഫീൽ ചെയ്യണത്. ആ സൈഡിൽ നിന്ന് കോടങ്ങനെ പാറി പോവാണ് താഴത്തേക്ക്. ഇതിന്റെ ഏകദേശം ചുറ്റുഭാഗത്തായിട്ട് വരുന്നത്. അതുപോലത്തെ കോറിയാണ്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. കാറ്റിന്റെ ശക്തി കണ്ടോ, കോട അങ്ങോട്ടും ഇങ്ങോട്ട് തെള്ളി മാറുന്ന അവസ്ഥയായിട്ട് വരുന്നത്. ഈ ഒരു മതിൽ ചാടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് അങ്ങോട്ടും കിടക്കാം. ആദ്യം പോകുന്ന വഴി റിസ്ക് ആയതുകൊണ്ടാട്ടോ ഈ കൂടി വരാഞ്ഞത്. കയറാനവിടെ പറ്റും, ചിലപ്പോൾ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ട് വരിക. ഒന്നാമത് മഴ പെയ്തിട്ട് നല്ല ഒഴുക്കലുണ്ട്. 1, 2 വട്ടം ടൈമൊന്ന് വീണു. പിന്നെ മനസ്സിലാക്കി ഇനി കയറിയ പണി കിട്ടുന്നില്ലേ, അതുകൊണ്ടാണ് തിരിച്ച് നടന്നത്. വെട്ടുകല്ലിന്റെ കോറി ഉണ്ടായതുകൊണ്ടായിരിക്കും ഇവിടേക്ക് വണ്ടി വരുന്നത്. വേറെ ഏതോ ഒരു ഭാഗത്തു കൂടി വണ്ടി വരും എന്ന് പറഞ്ഞത്. ഈ സൈഡിലൊക്കെ കാണുന്ന ഇതുപോലത്തെ അവസ്ഥയാണ്. ആ കാണുന്ന മലമൊന്ന് പെട്ടെന്ന് നമുക്ക് ഇറങ്ങാൻ കഴിയില്ല. ഓരോ ക്യാപ്പിലൂടെ മാത്രം ഇറങ്ങാൻ പറ്റണേ. റോട്ടിൽ കൂടി മാറാതെ കിട്ടിക്കണം, ആരും വരവില്ലോന്നുണ്ട്. കൊടും കാട് മാതിരി ഫീൽ ചെയ്യുന്ന സ്ഥലമായിട്ട് വരുന്നത്. മഴ പെയ്തിട്ട് മഴത്തുള്ളി ഒക്കെ ഒറ്റണുണ്ട്. മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പൊയ്ക്കോളും, ഇറങ്ങാൻ പെട്ടെന്നുണ്ട്. ഇവിടെ കാണുന്ന ലൊക്കേഷൻ വരുന്നത് പൊറ്റേങ്കാടൻ കുന്ന വരുന്നത്. ഇപ്പൊ ഇവിടെ വരുന്ന ആളുകൾ വിളിക്കുന്ന പേരെന്താ വെച്ചാൽ കാർഗിൽ കുന്ന വരുന്നത്. എന്താ സംഭവം അറിയില്ല. അന്വേഷണം ഒരു പറഞ്ഞത് കുറേ അധികം മലകൾ കാണാം. അതുകൊണ്ടാണ് കാർഗിൽ കുന്ന് പേര് വരാൻ കാരണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.